നമസ്കാരം. ഗസയിൽ വ്യാപക ആക്രമണത്തിലൂടെ 100-ലേറെ പേരെ കൊലപ്പെടുത്തി ഇസ്രായേൽ ഇപ്പോഴും മുന്നോട്ട് തന്നെയാണ് അവരുടെ കാലെടുത്ത് വയ്ക്കുന്നത്. തെൽ അവീവിന് നേർക്ക് റോക്കറ്റുകൾ അയച്ചുകൊണ്ട് ഹമാസ് ബന്ദികളെ കൈമാറിയില്ലെങ്കിൽ സ്ഥിതി ആപ്തകരമാകുമെന്നാണ് ഇപ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഓരോ തവണ ഉണ്ടാകുന്നതും ട്രംപിന്റെ നീക്കങ്ങളാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനിടെ ഇസ്രായേലിന് നേർക്ക് വീണ്ടും ഹൂതികളുടെ മിസൈൽ ആക്രമണം ഉണ്ടാകുന്നു എന്നും പറയുന്നു. ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചതിന് മറുപടിയായി ഹമാസ് റോക്കറ്റുകൾ തൊടുത്തതോടെ ഗസ കൂടുതൽ യുദ്ധഭീതിയിലാണ് എന്നും പറയാം. ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 110 പേരാണ് ഇന്നലെ ഗസയിൽ കൊല്ലപ്പെട്ടത്. 153 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരാണ് മരണത്തിന് കീഴടങ്ങിയവരിൽ കൂടുതലും ഉള്ളത്. റഫയിലും ഖാൻ യൂനീസിലും ബൈത്ത് ലാഹിയയിലും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ തന്നെ പലരും കുടുങ്ങിക്കിടക്കുകയാണെന്ന് പറയാം. വടക്കൻ ഗസയിലെ ബൈത്ത് ലാഹിയയിൽ ഇസ്രായേൽ സൈന്യം കരയാക്രമണവും തുടങ്ങിയിട്ടുണ്ട്. ഇതിനിടെ തെൽ അവീവിന് നേരെ റോക്കറ്റുകൾ തൊടുത്തതായി തന്നെ ഹമാസിന്റെ സായുധ വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ് അറിയിച്ചു. അതിനിവിഷ്ട് ജാഫയ്ക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തിയതായി യമനിലെ ഹൂതി വിമതർ അറിയിച്ചു. നെറ്റ്സരീം ഇടനാഴിയുടെ നിയന്ത്രണം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം വീണ്ടും ഏറ്റെടുത്തു. തെക്കൻ മേഖലയിലുള്ളവരെ വടക്കൻ ഗസയിലേക്ക് കടക്കാൻ അനുവദിക്കില്ലെന്ന് സൈന്യം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഹമാസിനെതിരെ കനത്ത ആക്രമണം നടത്തുന്നതിനൊപ്പം തന്നെ അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിൽ വിപുലവും ശക്തവുമായ മുന്നണി രൂപപ്പെടുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. ഗസയിലെ ഇസ്രായേൽ ആക്രമണത്തെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ന്യായീകരിച്ചു. ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസ് തയ്യാറായില്ലെങ്കിൽ കൂടുതൽ വില നൽകേണ്ടി വരുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഗസയിൽ തുടരുന്ന ഇസ്രായേൽ ആക്രമണത്തിൽ 70 ഫലസ്തീനികൾ കൂടി കൊല്ലപ്പെട്ടു. ചൊവ്വാഴ്ച 431 പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് പുതിയ ആക്രമണം ഉണ്ടായത്. നെറ്റ്സരീം ഇടനാഴിയിൽ വീണ്ടും പിടിമുറുക്കിയ ഇസ്രായേൽ സേന കരയുദ്ധം വ്യാപിപ്പിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 70-ലേറെ ഫലസ്തീനികളാണ് ഇന്നലെ തന്നെ കൊല്ലപ്പെട്ടത്. 2 ദിവസത്തിനിടെ ഗസയിൽ 170 കുഞ്ഞുങ്ങളെ ഇസ്രായേൽ വധിച്ചതായി ഗസ ആരോഗ്യ മന്ത്രാലയം വെളിപ്പെടുത്തി. മധ്യ ഗസയിൽ ധൈർ അൽ ബലഹയിൽ UN ഓഫീസിന് നേരെയും ആക്രമണം നടന്നു. ഒരു ജീവനക്കാരൻ കൊല്ലപ്പെടുകയും 5 ജീവകാരുണ്യ പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഖാൻ യൂനീസിന് സമീപം അബസാൻ അൽ ജദീദ നഗരത്തിലുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ജനങ്ങളോട് വീട് വിട്ടു പോകാൻ ഉത്തരവ് നൽകിയതിനു പിന്നാലെയായിരുന്നു ഈ ആക്രമണം. കിഴക്കൻ ഗസയിൽ ബൈത്ത് ഹാനൂൻ ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. പട്ടിണിയും കുടിവെള്ളക്ഷാമത്തിനും പുറമെ ആശുപത്രികളിൽ മരുന്നുകളും മറ്റു ഉപകരണങ്ങളും ഇല്ലാത്ത സാഹചര്യം പ്രതിസന്ധി രൂക്ഷമാക്കുകയാണ്. തുറന്ന ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചിട്ടും വംശഹത്യയുമായി മുന്നോട്ട് പോകാനായിരുന്നു ഇസ്രായേൽ തീരുമാനമെന്ന് ഹമാസ് കുറ്റപ്പെടുത്തി. ഗസയിൽ കരയുദ്ധത്തിനായി തന്നെ ഇസ്രായേൽ കൂടുതൽ സൈനികരെ നിയോഗിച്ചു. കടുപ്പമേറിയതായിരിക്കുമെന്നും യുദ്ധത്തിന്റെ 2ാം ഘട്ടമെന്നും നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. അതേസമയം പശ്ചിമേഷ്യയിൽ സ്ഥിരം സമാധാനമാണ് അമേരിക്ക ലക്ഷ്യം വെക്കുന്നതെന്ന് വൈറ്റ് ഹൗസ് പ്രതികരിച്ചു.